ഹായ്, ഞാൻ അദീബ്. വൺപ്ലസിൻ്റെ നോട്ട് സീരീസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോൺസാണ് വൺപ്ലസ് നോട്ട് സീരീസിൽ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൺപ്ലസ് നോഡായിരുന്നു വൺപ്ലസ് നോട്ട് സീരീസിലെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ. അതിനുശേഷം വൺപ്ലസ് നോഡിൻ്റെ ഒരു കോർ എഡിഷൻ എന്ന രീതിയിൽ വൺപ്ലസ് നോഡ് CE എന്നുള്ളൊരു ഫോൺ കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് വൺപ്ലസ് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്ത വൺപ്ലസ് നോഡിൻ്റെ സക്സസർ എന്ന നിലയിൽ വൺപ്ലസ് നോഡ് 2 എന്നുള്ളൊരു ഫോൺ കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ ഇതാ ലേറ്റസ്റ്റ് ആയിട്ട് വൺപ്ലസ് നോഡ് CE എന്നുള്ള ഫോണിൻ്റെ സക്സസർ എന്ന നിലയിൽ OnePlus Nord CE2 എന്നുള്ളൊരു ഫോൺ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഫോണിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് OnePlus Nord CE2 വരുന്ന ബോക്സ്. OnePlus Nord സീരീസിൽ യൂഷ്വലായിട്ട് കൊടുക്കാറുള്ള ടൈപ്പിലുള്ള ബോക്സ് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ബോക്സിൻ്റെ മേലെയായിട്ട് നോഡ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബോക്സിൻ്റെ സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ OnePlusൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ OnePlus Nord CE2 എന്നുള്ള ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോക്സിൽ കാര്യമായിട്ട് വേറെ ഒന്നും കൊടുത്തിട്ടില്ല. ഒരു ബ്ലാക്ക് കളർ ബോക്സിലാണ് വരുന്നത്. ബോക്സിൻ്റെ ബാക്ക് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ മാനുഫാക്ചറിങ് ഡീറ്റെയിൽസ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. കളർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കണ്ടന്റാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ IMEയും വേരിയൻറ്റും സാർ വാല്യൂയും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഈ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് ഫോൺ കൂടാതെ ഈ ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഈ ബോക്സിൻ്റെ അകത്തായിട്ട് നോക്കുകയാണെങ്കിൽ ചാർജിങ് അഡാപ്റ്റർ വരുന്നുണ്ട്, Type-C കേബിൾ, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, വെൽക്കം ലെറ്റർ, സേഫ്റ്റി ഇൻഫർമേഷൻ, നോഡിൻ്റെ സ്റ്റിക്കേഴ്സ്, പിന്നെ ഒരു ഫോൺ കേസ്, സിം ഇജക്ടർ ടൂള്, റെഡ് കേബിൾ മെമ്പർഷിപ്പ് കാർഡ്. ഇത്രയുമാണ് ബോക്സിൻ്റെ അകത്തായിട്ട് വരുന്നത്. ബോക്സിൻ്റെ അകത്തുള്ള കണ്ടന്റ് നോക്കുകയാണെങ്കിൽ വൺപ്ലസിൻ്റെ ഫോൺസിൻ്റെ കൂടെ യൂഷ്വലായിട്ട് കൊടുക്കാറുള്ള എല്ലാ കണ്ടന്റ്സും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ ബോക്സിൽ കൊടുത്തിരിക്കുന്ന MRP പ്രൈസ് എന്ന് പറയുന്നത് 24,999 രൂപയാണ്. ഈ ഫോണിൻ്റെ ആക്ച്വൽ പ്രൈസും വരുന്നത് 24,999 രൂപ തന്നെയാണ്. യൂഷ്വലായിട്ട് ബോക്സിൽ കൊടുത്തിരിക്കുന്ന MRP പ്രൈസിൽ നിന്ന് ഒരു 1000 റുപ്പീസ് അല്ലെങ്കിൽ ഒരു 2000 റുപ്പീസ് കുറവായിരിക്കും ഫോണിൻ്റെ ആക്ച്വൽ പ്രൈസ്. പക്ഷേ ഇവിടെ MRP പ്രൈസിൽ തന്നെയാണ് വൺപ്ലസ് ഈ ഫോൺ സെയിൽ ചെയ്യുന്നത്. എൻ്റെ കയ്യിലുള്ളത് 8GB 128GB ബ്ലൂ കളർ വേരിയൻ്റ് ആണ്. ഈ ഫോൺ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയത് 24,999 രൂപയ്ക്കാണ്. ഈ ഒരു വേരിയൻറ്റിൽ മാത്രമല്ല 6GB 128GB എന്നൊരു ബേസ് വേരിയൻറ്റും കൂടി ഈ ഫോണിന് വരുന്നുണ്ട്. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 23,999 രൂപയാണ്. പ്രൈസ് വൈസ് നോക്കുകയാണെങ്കിൽ രണ്ട് ഫോണും തമ്മിൽ 1000 റുപ്പീസിൻ്റെ ഡിഫറൻസ് ആണ് വരുന്നത്. ഈ ഫോൺ ടോട്ടലായിട്ട് രണ്ട് കളർ വേരിയൻറ്റിലാണ് വരുന്നത്. ഒന്ന് നമ്മുടെ കയ്യിലുള്ള ബ്ലൂ കളർ വേരിയൻറ്റും പിന്നെ ഒരു ഗ്രേ കളർ വേരിയൻറ്റിലും ഈ ഫോൺ വരുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഈ ഫോണിൻ്റെ ഡിസൈനെ കുറിച്ച് നോക്കാം. ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ് കൊടുത്തിട്ടുള്ളത്. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നമുക്കിതൊരു ഗ്ലാസ് ബിൽഡാണെന്ന് തോന്നുമെങ്കിലും പക്ഷേ ഇതൊരു പ്ലാസ്റ്റിക് ആണ്. പിന്നെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ഒരു LED ഫ്ലാഷും നൽകിയിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിലായിട്ട് തന്നെ വൺപ്ലസിൻ്റെ ബ്രാൻഡ് ലോഗോ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ ഫിസിക്കൽ ഓവർ നോക്കുകയാണെങ്കിൽ ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് പവർ ബട്ടൺ വരുന്നത്. ഫോണിൻ്റെ മുകൾ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് നൽകിയിട്ടുണ്ട്. ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ വോളിയം ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. സിം കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. ഈ ഫോണിൽ നോക്കുകയാണെങ്കിൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് വരുന്നത്. കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സിം ട്രേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 നാനോ സിം ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ SD കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ താഴ്ഭാഗത്ത് നോക്കുകയാണെങ്കിൽ 3.5mm ഹെഡ്ഫോൺ ജാക്ക്, പ്രൈമറി മൈക്രോഫോൺ, Type-C ചാർജിംഗ് പോർട്ട്, സ്പീക്കർ എന്നിവയാണ് വരുന്നത്. ഫോണിൻ്റെ ഓവറോൾ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. ഈ ഫോണിൻ്റെ വെയിറ്റ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ്. 173 ഗ്രാം മാത്രമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അടുത്തത് നമുക്ക് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച് നോക്കാം. 6.43 ഇഞ്ചിൻ്റെ ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 2400 × 1080p പിക്സൽസ് ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത്. 409 ആണ് ഇതിൻ്റെ പിക്സൽ പെർ ഇഞ്ച്. 90 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ആണ് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഡിസ്പ്ലേക്ക് കോർണിംഗ് ഗോറില്ലാസിൻ്റെ 5 പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. പിന്നെ HDR10+ സപ്പോർട്ടും ഈ ഡിസ്പ്ലേക്ക് നൽകിയിട്ടുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് വൺപ്ലസ് ഈ ഫോണിന് നൽകിയിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് വരുന്നത്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ നോക്കുകയാണെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ അൺലോക്ക് ആവുന്നുണ്ട്. യാതൊരുവിധ ലാഗും കാര്യങ്ങളും തന്നെ ഇല്ല. പക്ഷേ ഫിംഗർ പ്രിൻറ്റിൻ്റെ പൊസിഷൻ കുറച്ച് താഴെയായി പോയോ എന്നുള്ളൊരു സംശയമുണ്ട്. അടുത്തത് നമുക്ക് ഈ ഫോണിൽ വരുന്ന പ്രോസസ്സറിനെ കുറിച്ച് നോക്കാം. MediaTekൻ്റെ Dimensity 900 ചിപ്സെറ്റ് ആണ് ഈ ഫോണിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതൊരു 5G പ്രോസസ്സറാണ്. സാധാരണയായിട്ട് നോക്കുകയാണെങ്കിൽ വൺപ്ലസിൻ്റെ ഫോൺസിൽ 1-2 5G ബാൻഡ്സ് കൊടുക്കാറാണ് പതിവ്. പക്ഷേ ഇവിടെ ഒന്നിൽ കൂടുതൽ 5G ബാൻഡ്സ് വൺപ്ലസ് കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്ന ബാൻഡ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇപ്പോൾ ഡിസ്പ്ലേയിൽ ഷോ ചെയ്ത് കാണിക്കുന്നുണ്ട്. Mali G68 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്ന GPU. ഈ ഫോണിൽ നോക്കുകയാണെങ്കിൽ LPDDR4X RAM ടൈപ്പ് ആണ് വരുന്നത്. UFS 2.2 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്ന സ്റ്റോറേജ് ടൈപ്പ്. ഈ ഫോൺ ഔട്ട് ഓഫ് ദ ബോക്സ് Android 11 ആണ് വരുന്നത്.
വരുന്നത്. ഓക്സിജൻ OS ആണ് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് ലെവലിൽ കൊടുത്തത് ഒരു ഡൗൺ ഗ്രേഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ വരുന്ന അധിക ഫോൺസും ആൻഡ്രോയിഡ് 12 വരുന്നത്. ഈ ഫോണിന് 2 വർഷത്തെ ആൻഡ്രോയിഡ് വേർഷൻ സപ്പോർട്ട് OnePlus തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഈ ഫോണിൽ ആൻഡ്രോയിഡ് 12, ആൻഡ്രോയിഡ് 13 ഈ 2 ആൻഡ്രോയിഡ് വേർഷൻസും നിങ്ങൾക്ക് ഈ ഫോണിൽ കിട്ടുന്നതാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ 3 വർഷത്തേക്ക് സെക്യൂരിറ്റി പാച്ചസും ഈ ഫോണിൽ ലഭിക്കുന്നതാണ്. 4500 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ വരുന്നത്. 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഈ ഫോണിൽ നൽകിയിട്ടുണ്ട്. ഈ 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഈ ഫോണിൻ്റെ ബോക്സിൻ്റെ കൂടെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ NFC സപ്പോർട്ട് ഉണ്ട്. അടുത്ത നമുക്ക് ഈ ഫോണിൽ വരുന്ന ക്യാമറ നോട്ട്സ് നോക്കാം. ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഒരു 64 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറയാണ് വരുന്നത്. f1.79 ആണ് ഇതിൻ്റെ അപ്പച്ചർ വരുന്നത്. പിന്നെ ഒരു 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. f2.2 ആണ് ഇതിൻ്റെ അപ്പച്ചർ. 190 ഡിഗ്രിയാണ് ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത്. പിന്നെ ഒരു 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസാണ് ഇതിൽ വരുന്നത്. ഈ ഫോണിൽ നോക്കുകയാണെങ്കിൽ 4K വീഡിയോസ് 30 ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ 1080p വീഡിയോസ് 30 ഫ്രെയിം പെർ സെക്കൻഡിലും 60 ഫ്രെയിം പെർ സെക്കൻഡിലും ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ലോ മോഷൻ വീഡിയോസ് നോക്കുകയാണെങ്കിൽ 1080p വീഡിയോസ് 120 fps-ലും 720p വീഡിയോസ് 240 fps-ലും ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൽ നമുക്ക് ടൈം ലാപ്സ് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അത് നമുക്ക് 1080p വീഡിയോസ് 30 ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ഇത് സോണിയുടെ IMX471 സെൻസറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. f2.4 ആണ് ഇതിൻ്റെ അപ്പച്ചർ വരുന്നത്. ഈ ഫോണിൽ നിന്ന് എടുത്ത ക്യാമറ സാമ്പിൾസ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കുക. ഓവറോൾ ഈ ഫോണിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഫോൺ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു പ്രീമിയം ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ക്യാമറൻ്റെ ക്വാളിറ്റി എന്ന് പറയുകയാണെങ്കിൽ ആവറേജ് ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഡിസ്പ്ലേയും അത്യാവശ്യം നല്ല ഡിസ്പ്ലേ തന്നെയാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഫോണിൻ്റെ നെഗറ്റീവ്സ് നോക്കുകയാണെങ്കിൽ ഇതിൽ ഡോൾബി സപ്പോർട്ട് നൽകിയിട്ടില്ല. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.